ഹലോ. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തിനു വേണ്ടി തന്റെ ജീവനും ജീവിതവും എല്ലാം മാറ്റിവെച്ച ഉഷയുടെ കഥ പറയുന്ന ഏ വദാൻ മേരി വദാൻ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. സിനിമയുടെ തുടക്കത്തിൽ കുറച്ച് ബ്രിട്ടീഷ് പോലീസുകാർ എത്തുകയാണ്. അതിൽ മേലധികാരിയാണ് ജോൺ. ജോണും കൂട്ടരും ഓടിയിറങ്ങി വരുന്ന ഉഷയെ പിടികൂടും. ഉഷയാണ് കഥയിലെ നായിക. പിന്നീട് ഉഷയുടെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. ഉഷ ട്യൂഷൻ പഠിക്കാൻ പോവുകയാണ്. അവളുടെ സാറിനെ കുറച്ച് പോലീസുകാരെത്തി തല്ലിച്ചതയ്ക്കും. ഉഷയാണെങ്കിലോ അതിലിടപെടുമ്പോൾ അവൾക്കും തല്ലി കിട്ടും. അത് അവളുടെ അച്ഛനറിഞ്ഞ് അവളെ ഒരുപാട് വഴക്ക് പറയും. ഉഷയെ റൂമിൽ പൂട്ടിയിടുകയും ഒക്കെ ചെയ്തു. അടുത്ത ദിവസം ഉഷയ്ക്ക് അച്ഛനാണെങ്കിലോ ഒരു സമ്മാനം നൽകും. അതൊരു റേഡിയോ ആയിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഉഷയാണെങ്കിലോ സമരമൊക്കെ നടത്തുകയാണ്. കാരണം ബ്രിട്ടീഷ് പോലീസിന്റെ വണ്ടിയാണെങ്കിലോ ഒരു കൊച്ചു കുഞ്ഞിനെ ഇടിച്ചു. അതിന് പോലീസുമായി വലിയ കലഹം നടക്കുന്നു. അതൊന്നും ഉഷയുടെ അച്ഛൻ അറിയില്ല. ആകെ മുത്തശ്ശിക്ക് മാത്രമേ അറിയൂ. ഉഷയ്ക്കാണെങ്കിലോ ഒരു ഫ്രണ്ട് ഉണ്ട്, കൗശിക്. അവർ നല്ല അടുപ്പത്തിലുമാണ്. ഉഷ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് പോകുന്നത് മുത്തശ്ശിക്കറിയാം. ഒരിക്കൽ ഉഷയുടെ അച്ഛന് പ്രൊമോഷൻ കിട്ടി. ആയതിനാൽ പുതിയ കാറ് കാണിക്കാനായിട്ട് ഉഷയെ വിളിക്കുമ്പോൾ അതിൽ ബ്രിട്ടീഷ് കൊടി കാണും. അതവൾക്ക് ഇഷ്ടമായതേയില്ല. ആയതിനാൽ ഉഷ നടന്നു പോകും. ഉഷ ചെയ്യുന്നതൊന്നും അച്ഛൻ അറിയില്ല. അതിൽ ടെൻഷനായിരുന്ന ഉഷയെ കൗശികാണെങ്കിലോ സമാധാനിപ്പിക്കും. അവരുടെ നേതാവായ ബൽവീർ സിംഗ് സ്വാതന്ത്ര്യ പോരാട്ടത്തിനായി നിങ്ങൾ ഓരോരുത്തരും എന്ത് നൽകുമെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. ഒരു പെണ്ണ് തന്റെ സ്വർണവും പണവും ഒക്കെ തരാമെന്ന് പറയുമ്പോൾ ഉഷയാണെങ്കിലോ തന്റെ ജീവൻ തരാമെന്നായിരുന്നു മറുപടി പറഞ്ഞതും. അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള പോസ്റ്ററുകളൊക്കെ റെഡിയാക്കുകയാണ്. അത് വാങ്ങുവാനായി പോവുകയാണ് ഉഷയും കൗശിക്കും. കുറച്ച് സമയമെടുക്കുന്നതിനാൽ അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ മറ്റൊരു വീട്ടിൽ നിന്ന് പാട്ട് കേൾക്കും. അവരവിടേക്ക് ചെന്ന് ഒളിഞ്ഞു നോക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഡാൻസ് കളിക്കുകയാണ്. രണ്ടാളെയും അവർ കാണുകയും അകത്തേക്ക് വിളിക്കുകയും ചെയ്യും. വീടിനകത്ത് നിറയെ റേഡിയോകളായിരുന്നു. അതിനെപ്പറ്റി അവൾ തിരക്കുമ്പോൾ അയാൾ ഒരു എഞ്ചിനീയർ ആയതിനാൽ റേഡിയോയൊക്കെ റെഡിയാക്കുമെന്ന് അയാൾ പറയും. അങ്ങനെ ഇരിക്കെ ഉഷയും അച്ഛനും സംസാരിച്ചിരിക്കവേ ഉഷയ്ക്ക് ബ്രിട്ടീഷുകാരോട് വെറുപ്പാണെന്ന കാര്യം അച്ഛന് മനസ്സിലായി. ബ്രിട്ടീഷുകാർ നാടിനു വേണ്ടി എന്തൊക്കെ നല്ലത് ചെയ്തു എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാടിനു വേണ്ടി നല്ലത് ചെയ്യുന്ന മറ്റു ചിലര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഉഷ പറയും. അത് കേട്ട അച്ഛനാണെങ്കിലോ നീ ഉറപ്പായും കോൺഗ്രസിൽ ചേരില്ലെന്ന് സത്യം ചെയ്യാൻ മകളോട് പറയും. അവളും സത്യം ചെയ്യും. എന്നാൽ അവളാണെങ്കിലോ കോൺഗ്രസിലാണല്ലോ ഉള്ളത്. സത്യമിട്ടതിൽ മാറിയിരുന്ന് ഉഷ കരയുന്നതൊക്കെ മുത്തശ്ശി കാണും. ഉഷ വീണ്ടും പാർട്ടിക്കാരുമൊത്ത് മഹാത്മാഗാന്ധിയെ കാണാനായി പോകും. അവിടെ നിറയെ പോലീസുകാരായിരുന്നു. അത് കണ്ട കൗശികാണെങ്കിലോ ഗാന്ധിജിയെ കാണുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും. പുറത്ത് പോലീസുകാരുണ്ട്, അവരെ കാണുമ്പോഴുള്ള പേടിയൊക്കെ എങ്ങനെയാ ഞങ്ങൾ മാറ്റേണ്ടത് എന്ന് ചോദിക്കും. അത് കേട്ട ഗാന്ധിജി നമ്മൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്നവരാണ്, അത് മനസ്സിൽ ആഴത്തിൽ ഉണ്ടായിരിക്കണം. ആരെയും ഭയപ്പെടേണ്ടതില്ലെന്ന് ഗാന്ധിജി പറയും. ഓരോരുത്തരായും ചോദ്യങ്ങൾ ചോദിക്കുവാനായും തുടങ്ങി. ഒരു പെണ്ണ് പറയും, ബ്രഹ്മചാരിയായാൽ മാത്രമേ പോരാടാനാകൂ, കുടുംബമൊന്നും പറ്റില്ല. എല്ലാവരോടും ബ്രഹ്മചര്യം സ്വീകരിക്കുവാൻ അങ്ങ് പറയണമെന്ന് അവൾ പറയുമ്പോഴോ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ് എന്നായിരുന്നു ഗാന്ധിജി മറുപടി പറഞ്ഞതും. എന്നാൽ ഉഷ താൻ ബ്രഹ്മചര്യം സ്വീകരിക്കുവാൻ തയ്യാറാണെന്ന് ശപഥമെടുക്കും. ഒരുപാട് പേർ വീണ്ടും ശപഥമെടുക്കുകയാണ്. പക്ഷെ കൗശിക് എഴുന്നേൽക്കുമെന്ന് കരുതി അവൻ എഴുന്നേറ്റില്ല. പുറത്തിറങ്ങുമ്പോൾ നീ എന്താ ശപഥമെടുക്കാത്തെ എന്നവൾ ചോദിക്കുമ്പോൾ നിനക്കറിയില്ലേ എന്താണ് കാരണമെന്ന്, നീ എന്തിനാ സത്യം ചെയ്തത് എന്ന് കൗശിക് ചോദിക്കുമ്പോൾ എനിക്കും നിന്നെ ഇഷ്ടമാണ്, പക്ഷേ പോരാട്ടമാണ് വലുത് എന്നവൾ പറയുന്നു. അത് കേട്ട കൗശികാണെങ്കിലോ മൗനമായി നടന്നു പോവുകയാണ് ചെയ്തത്. ഒരിക്കൽ ഒരു സമരത്തിൽ ഉഷയും പങ്കെടുക്കും. കൂടെ അവളുടെ കൂട്ടുകാരുമുണ്ട്. എന്നാൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. കൊടി താഴെ ഇറക്കുമ്പോഴോ അവരതിൽ പ്രതികരിക്കും. ഇന്ത്യയുടെ കൊടി ഉയർത്തുവാനായും ശ്രമിക്കും. എന്നാൽ പോലീസ് ഉഷയെയും കൂട്ടുകാരെയും തല്ലിച്ചതയ്ക്കുകയാണ് ചെയ്തതും. പുറത്ത് മുറിവുകളില്ലാത്തതിനാൽ അച്ഛൻ അത് ശ്രദ്ധിച്ചില്ല. മുത്തശ്ശിയാണ് ചതവിലൊക്കെ മരുന്ന് വെച്ച് നൽകിയതും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന കുറച്ച് പാർട്ടിക്കാരെ പോലീസ് കണ്ടുപിടിക്കും. അതറിഞ്ഞ അവരുടെ ഒരു കൂട്ടാളി നമുക്ക് ഈ നാട്ടിൽ നടക്കുന്ന വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറയും. അത് കേട്ട ഉഷയ്ക്ക് ഒരു ഐഡിയ തോന്നും. എല്ലാവരിലും വിവരമറിയിക്കാൻ ഒരു വഴിയുണ്ട്, ഒരു റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കുക. എന്നാൽ ആ തീരുമാനത്തിൽ ചിലർ എതിർത്തു. കാരണം റേഡിയോ തുടങ്ങരുതെന്ന് ബ്രിട്ടീഷുകാർ വിലക്കിയിട്ടുണ്ട്. എന്നാൽ അവളോടൊപ്പം കൗശിക്കും ഫഹദും എന്നൊരു പയ്യനും ചേരുകയാണ്. അവർ നേരെ എഞ്ചിനീയറിനെ കാണാനായി എത്തും. എഞ്ചിനീയർ ആണെങ്കിലും ബ്രിട്ടീഷുകാരെ പേടിച്ച് ആദ്യം എതിർക്കുമെങ്കിലും പിന്നീട് അതിന് സമ്മതിക്കും. റേഡിയോ തുടങ്ങാൻ കുറച്ച് കാശാകും, അത് കണ്ടെത്തിക്കൊണ്ടുവരാനായും പറയും. അങ്ങനെ കൗശിക്കും ഉഷയും ഫഹദും ചേർന്ന് പകുതി കാശ് കണ്ടെത്തും. ബാക്കി കണ്ടെത്താൻ വഴിയില്ലാതെ നിൽക്കവേ മുത്തശ്ശി അവർക്ക് കാശ് കൊടുത്ത് സഹായിക്കും. അതുമായി അവർ എഞ്ചിനീയറിനടുത്തെത്തും.
എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണെങ്കിലും അവരുടെ നീക്കമൊക്കെ ബ്രിട്ടീഷ് ഓഫീസറിനെ അറിയിച്ചു. അതറിഞ്ഞ ആ ഒരു ബ്രിട്ടീഷ് ഓഫീസർ അവരെ ശ്രദ്ധിക്കുവാനായും തുടങ്ങി. റേഡിയോ സംപ്രേഷണം എത്ര മണിക്കാക്കണം എന്ന ചർച്ചയാണ്. ഒടുവിൽ എല്ലാവരും വീട്ടിലെത്തുന്ന 8:30 മണി സമയം അവർ ഫിക്സ് ചെയ്യും. നീ ആ സമയത്ത് എങ്ങനെ വരുമെന്ന് കൗശിക് ചോദിക്കുമ്പോൾ അത് സ്പെഷ്യൽ ക്ലാസ് എന്ന് കള്ളം പറയാമെന്ന് ഉഷ പറയും. അങ്ങനെ റേഡിയോ സംപ്രേഷണ ദിവസമെത്തി. ഉഷ ആദ്യമായി സംസാരിക്കുകയാണ്. കോൺഗ്രസ് റേഡിയോ എന്ന് പേര് വെച്ച റേഡിയോയിലൂടെ പാർട്ടിക്ക് വേണ്ടി ഉഷ സംസാരിക്കുവാൻ തുടങ്ങി. അത് കുറച്ചുപേർ മാത്രമാണ് കേട്ടതും. മുത്തശ്ശിക്ക് അറിയാവുന്നതിനാൽ മുത്തശ്ശിയും കേൾക്കുമായിരുന്നു. ദിവസം ചെല്ലുംതോറും ഒരുപാട് പേരുടെ മുന്നിൽ സംപ്രേഷണം എത്തി. താമസിച്ച് വീട്ടിൽ വരുന്ന ഉഷയോട് അച്ഛൻ വിവരം തിരക്കുമ്പോൾ സ്പെഷ്യൽ ക്ലാസ് എന്നവൾ കള്ളം പറയും. അവർ പത്രത്തിൽ ന്യൂസ് നൽകിയതിനാൽ ഒരുപാട് പേർ റേഡിയോ കേൾക്കുവാനായും തുടങ്ങി. റേഡിയോയുടെ കാര്യം ബ്രിട്ടീഷുകാരുടെ ചെവിയിലെത്തി. അത് തടയണമെന്നവർ പ്ലാൻ ചെയ്യും. ഒരിക്കൽ ഉഷ ലേറ്റായി വീട്ടിലെത്തി. അവിടെ അച്ഛനൊപ്പം ബ്രിട്ടീഷ് ഓഫീസറായ മാർട്ടിൻ ഉണ്ടായിരുന്നു. മാർട്ടിൻ പോയ ശേഷം ഉഷയുടെ അച്ഛൻ അവളുടെ അടുത്തെത്തി. അവൾ റേഡിയോ തുടങ്ങിയ കാര്യം അറിഞ്ഞതിനാൽ ഒരുപാട് വഴക്ക് പറയും. തലയിൽ തൊട്ട് സത്യം ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് അവളെ ഒരു റൂമിലിട്ട് പൂട്ടി. അടുത്ത ദിവസം അച്ഛൻ റൂമിൽ ചെന്ന് നോക്കുമ്പോഴോ ഉഷ അവിടെയില്ല. അവൾ ഒരു ലെറ്റർ എഴുതി വെച്ച് രക്ഷപ്പെട്ടു പോയിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്റെ ജീവൻ നൽകും എന്നായിരുന്നു ആ ഒരു ലെറ്ററിൽ. അച്ഛൻ ഒരുപാട് സങ്കടപ്പെടും. അവിടെ നിന്നും ഉഷയും കൗശിക്കും ഫഹദും ഒക്കെ ബൽവീറിനെ കാണാനായി പോകുമ്പോഴോ സ്വാതന്ത്ര്യ പോരാളികളെയൊക്കെ സഹായിക്കുന്ന റാം എന്ന നേതാവിനെ കാണും. നേതാവ് അവർക്ക് വേണ്ട നിർദ്ദേശമൊക്കെ നൽകും. എന്നാൽ ബ്രിട്ടീഷുകാരാണെങ്കിലോ പാർട്ടിക്കാരുടെ പ്രവർത്തനം തടയുവാനായി ജോൺ എന്ന ഓഫീസറിനെ നിയമിച്ചു. റേഡിയോയ്ക്ക് പിന്നിൽ ഒരു എഞ്ചിനീയർ ആണ് എന്ന് ജോൺ കണ്ടെത്തും. എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള ഓഫീസറാണെങ്കിലോ ബൽവീറിനോട് വിവരം വന്ന് പറയുകയാണ്. ബൽവീറും കൂട്ടരും രക്ഷപ്പെടുവാനായി നോക്കുമ്പോൾ പോലീസ് അവിടെ എത്തും. കൂടെയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തിയ ബൽവീർ ആണെങ്കിലോ പോലീസുമായി പോരാടി മരണപ്പെട്ടു. ബൽവീറിന്റെ ചടങ്ങുകളെല്ലാം മറ്റുള്ളവർ ചെയ്തു. അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നപ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടാണ് വന്നതും. എന്നാൽ റേഡിയോയുടെ ഒരു പാർട്ട് മിസ്സായി. അത് നേടിയെടുക്കണം, ഒരാളുടെ കയ്യിലുണ്ട്. അതിന് ഉഷ തയ്യാറായി. അങ്ങനെ ഉഷയും ഫഹദും കൗശിക്കുമൊക്കെ അയാളെ കാണാനായും പോയി. അവിടെ മുഴുവൻ പോലീസായിരുന്നു. പോലീസ് കാണാതെ ഉഷ അകത്ത് കയറി. റേഡിയോയുള്ള പാർട്സൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോഴാണെങ്കിലും പോലീസ് അവളെ കാണും. അവരിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ ഓടി ഒരു പള്ളിയിലാണ് കയറിയതും. പർദ്ദ ധരിച്ചു മുഖം മറച്ചിരിക്കുന്നത് മാറ്റാതിരിക്കാൻ അവൾ അവിടെ ഉണ്ടായിരുന്ന സൂചിയും നൂലും കൊണ്ട് തുണി തയ്ച്ചു വെക്കും. കയ്യിലുള്ള റേഡിയോയുടെ പാർട്സും അവൾ മാറ്റിയിരുന്നു. അകത്ത് കയറിയ പോലീസിന് മുഖം കാണാനാകാത്തതിനാൽ ബാഗ് പരിശോധിച്ചിട്ടും ഒന്നും തന്നെ കിട്ടിയില്ല. രക്ഷപ്പെട്ടു വന്ന ഉഷയോട് നീ എന്തിനാ പോലീസ് ഉണ്ടെന്നറിഞ്ഞിട്ടും ഇത് ചെയ്തേ? നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് കൗശിക് ചോദിക്കും. അത് കേട്ട ഉഷയാണെങ്കിലോ നീ എനിക്ക് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം, നീ അങ്ങനെ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഉഷ പോവുകയാണ്. കൗശിക്കിന് അത് സഹിക്കാനായില്ല. വീണ്ടും അവർ റേഡിയോ സംപ്രേഷണം ആരംഭിച്ചു. അവരുടെ ലൊക്കേഷൻ കണ്ടെത്താൻ ഒരു ഡിവൈസ് ഘടിപ്പിച്ച വാനാണെങ്കിലും പോലീസ് ഇറക്കുകയാണ്. പോലീസിനെ ഉഷയും കൂട്ടരും ഒരുപാട് കബളിപ്പിക്കും. ഒടുവിൽ പോലീസ് അവരെ കണ്ടെത്തും. അതറിഞ്ഞ ഉഷയും ഫഹദും ആ ഡിവൈസ് അവിടെ നിന്നും മാറ്റിയിരുന്നു. പോലീസ് അവിടെ പരിശോധിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല. അവരെല്ലാം മാറ്റിയിരുന്നല്ലോ. പോലീസ് അവരെ പറഞ്ഞു വിടുകയാണ്. ലൊക്കേഷൻ തെറ്റിയോ എന്ന സംശയമാണ് പോലീസിനും. അങ്ങനെ അവർ റാമിനെ കാണാനായിട്ട് ഡിവൈസുമായി എത്തും. പോലീസ് ലൊക്കേഷൻ കണ്ടെത്തിയതിനാൽ അവർക്ക് നല്ല വിഷമം. ഒരുമിച്ച് ഒരു ദിവസം പോരാട്ടത്തിന് ജനങ്ങളെല്ലാം എത്തണം. അതെങ്ങനെ ജനങ്ങളെ അറിയിക്കുമെന്ന ടെൻഷനായി അവർക്ക്. പോലീസ് ലൊക്കേഷൻ കറക്റ്റ് തിരിച്ചറിയാതിരിക്കാനായിട്ട് അവർ 2 ഡിവൈസ് യൂസ് ചെയ്യുവാനായും തീരുമാനിക്കും. അടുത്ത ദിവസം എഞ്ചിനീയറിനെ കാണാൻ എത്തുമ്പോൾ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാൾ വഴി അവരുള്ളിടമറിഞ്ഞ പോലീസ് അവിടെ എത്തി ഒരു ഡിവൈസ് കൊണ്ടുപോയി. റാം അതിൽ നിന്നും ഒരു ഡിവൈസും കൊണ്ട് രക്ഷപ്പെട്ടു പോയിരുന്നു. രാത്രി ഉഷയും ഫഹദും റാമിനെ കാണാനായി എത്തി. ആ ഒരു ഡിവൈസുമായി റാം പറയുന്ന സ്ഥലത്തേക്ക് ഒരാൾ പോകണം, ജനങ്ങളെ വിവരം അറിയിക്കണമെന്നും പറയും. റിസ്ക് ആയ ആ ഒരു ജോലി ഏറ്റെടുക്കുവാനായി 2 ആളും തയ്യാറാകും. പക്ഷേ ഒരാൾ പോയാൽ മതി. ഉഷയും ഫഹദും തമ്മിൽ തീരുമാനിക്കും. ഫഹദ് ആണെങ്കിലോ വിട്ടുകൊടുക്കില്ല. എന്നാൽ ശരി, ഒരു മത്സരം വെക്കാം, ഒരു പോയിന്റ് കാണിച്ചു കൊടുത്തിട്ട് അവിടെ ആര് ഫസ്റ്റ് എത്തുന്നോ അവർ പോകണമെന്ന് ഉഷ പറയും. ഫഹദിന് കാല് വയ്യാത്തതിനാൽ ഫഹദ് തോറ്റു. അങ്ങനെ ഉഷ പോകുവാനായും തയ്യാറാകും. ആ ടാസ്ക് ഏറ്റെടുത്താൽ ചിലപ്പോൾ ജീവനോട് തിരികെ വരില്ലെന്നറിയാമായിരുന്ന ഉഷയാണെങ്കിലോ വീട്ടിൽ പോയി അച്ഛനെയും മുത്തശ്ശിയും കണ്ട് യാത്ര പറയും. ഡിവൈസുമായി പോയി പ്രവർത്തനം ആരംഭിക്കും. എന്നാൽ ആ സ്ഥലത്തേക്ക് കൗശിക് കയറി വരും. എന്തു വന്നാലും അവളോടൊപ്പം നിൽക്കുമെന്ന് കൗശിക് പറയും. എന്നാൽ ഉഷയാണെങ്കിലോ റാമിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം സംപ്രേഷണം ചെയ്യും. അതോടെ ജനങ്ങൾ സമരത്തിന് തയ്യാറാകും. അവരുടെ ലൊക്കേഷൻ കണ്ടെത്തിയ പോലീസ് ഉഷയെയും കൗശികിനെയും അറസ്റ്റ് ചെയ്യും. എന്നാൽ ഉഷയാണെങ്കിലോ വന്ദേ മാതരം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ജനങ്ങൾ സമരവും ആരംഭിച്ചു. ഉഷയെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോകും.
ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് സമരം നടത്തുന്നത് കണ്ട് ഉഷയ്ക്ക് സന്തോഷമാകും. അവളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് റാമിനെ പറ്റി തിരക്കും. ഉഷ ഒന്നും പറയില്ല. പോരാട്ടത്തിലുള്ളവരെയൊക്കെ പോലീസ് പിടികൂടും. റാമിനെ പറ്റി അറിയാൻ അവളെ ഒരുപാട് ടോർച്ചർ ചെയ്തു. പക്ഷെ ഉഷ ഒന്നും പറഞ്ഞതേയില്ല. വന്ദേ മാതരം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതോടെ ഉഷയെ ജയിലിലടച്ചു. 3 വർഷം ഉഷ ജയിലിലായിരുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ ലെറ്റർ അയക്കുകയും ചെയ്തിരുന്നു. 3 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉഷ അച്ഛനെയും മുത്തശ്ശിയെയും കാണാൻ പോയി. അവൾ വരുന്നതറിഞ്ഞ് കുറെ ജനങ്ങൾ അവിടെ എത്തിയിരുന്നു. ആ കൂട്ടത്തിൽ ഫഹദും കൗശിക്കും ഒക്കെയുണ്ട്. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തതിന് അവളെ ഒരുപാട് അഭിനന്ദിക്കും. ഈ സംഭവം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യവും കിട്ടി. ഇതെല്ലാം യഥാർത്ഥത്തിൽ നടന്ന സംഭവമായതിനാൽ 1998 ഉഷ പത്മവിഭൂഷൺ അവാർഡ് വാങ്ങി. 2000 മരണപ്പെട്ടു. അതോടെ സിനിമയും അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.